ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ പൂമാലയിൽ നിന്ന് സ്വർണ്ണമാലയുടെ കുഴുക്കഴിക്കാൻ നോക്കുകയാണ് രേവതി. ഈ ഒരു സമയത്താണ് വർഷയുടെ റൂമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മധുസൂദൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വന്ന ഉടനെ തന്നെ രേവതിയെ റൂമിൽ കാണുന്ന സമയത്ത് മധുസൂദൻ ചോദിക്കുന്നത്, നീ എന്താ ഇവിടെ, നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്ത് മാലയുടെ കുരുക്കഴിക്കാണെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് മധുസൂദന് സത്യാവസ്ഥ എല്ലാം അറിയാമെങ്കിലും ഇത്രയും നേരമായിട്ടും സച്ചിയെ ദേഷ്യപ്പെടുപ്പിക്കുന്ന ഒരു കാര്യം തന്നെ തൻ്റെ കയ്യിൽ കിട്ടില്ല. അതിന് പകരമായിട്ട് രേവതിയെ ഇത് മുൻനിർത്തിക്കൊണ്ട് തന്നെ സച്ചിയെ ദേഷ്യം പിടിപ്പിക്കാമെന്ന് കരുതിക്കൊണ്ട് തന്നെ മധുസൂദനൻ പറയുകയാണ്, എടി കള്ളി എന്ന് വിളിക്കുകയാണ് കേട്ടോ. രേവതി വേഗം അതിശയത്തോട് തിരിഞ്ഞു നോക്കുകയാണ്, ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാതെ തന്നെ പെട്ടെന്ന് തന്നെ മധുസൂദനൻ പറയുന്നത്, ഒരു കള്ളി, നീ എൻ്റെ മകളുടെ മാല മോഷ്ടിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സാറിൻ്റെ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് രേവതി ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഒച്ചപ്പാടും ബഹളം കേട്ടുകൊണ്ടാണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നത്. മഹിമ വരുന്ന സമയത്ത് രേവതി മനഃപൂർവ്വം വർഷയുടെ സ്വർണ്ണം മോഷ്ടിക്കുകയാണ് എന്ന രീതിക്ക് നമ്മുടെ മധുസൂദനൻ മഹിമയോടായിട്ട് പറയാട്ടെ. അപ്പം മധുസൂദൻ്റെ മുഖഭാവം കാണുമ്പോൾ തന്നെ മഹിമയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ മധുസൂദൻ്റെ തന്ത്രമാണെന്ന്. അതുകൊണ്ട് തന്നെ മധുസൂദനെ സപ്പോർട്ട് ചെയ്ത് തന്നെ മഹിമയെ സംസാരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടൊരു ഒച്ചപ്പാട് കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതിയും മാത്രമല്ല ചന്ദ്രയും ഭാമയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ചന്ദ്ര വന്നതിന് ശേഷം ചോദിക്കുന്നത്, എന്ത് പറ്റി, ഇവിടെ എന്താ ഇത്ര ബഹളം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ, നിങ്ങളുടെ മരുമോൾ ചെയ്ത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറ്റി മഹിമയെന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. ദേ നോക്കുക, അവളുടെ കയ്യിൽ മാല ഇരിക്കുന്ന കണ്ടില്ല, അവൾ എൻ്റെ മകളുടെ സ്വർണ്ണമാല മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും അതിശയപ്പെടുക കേട്ടോ. അതിനുശേഷം മഹിമയും മധുസൂദനം പരമാവധി തന്നെ രേവതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഇവള് മനഃപൂർവ്വം തന്നെ എൻ്റെ മകളുടെ റൂമിലേക്ക് കയറി വന്നതിന് ശേഷം സ്വർണ്ണമാല മോഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നൊക്കെ രീതിക്ക് സംസാരിക്കുമ്പോഴത്തേക്കും ചന്ദ്ര രൂക്ഷമായി തന്നെ നോക്കുകയാണ് രേവതി. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്ന മറ്റൊരാളും കൂടെ ഉണ്ട്, ശ്രുതിയും മീരയുമാണ് കേട്ടോ. ഇവരുടെ എല്ലാം കുത്തുവാക്കുകൾ കേട്ട് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് രേവതി റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെന്ന് സച്ചിയെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് സച്ചി ഒരുക്കുന്നുണ്ട്, എന്ത് പറ്റി രേവതി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെ രവി അങ്ങോട്ടേക്ക് വന്നിട്ട് എന്ത് പറ്റി മോളെ, സത്യം പറയാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കുമാണ് മഹിമയും മധുസൂദനും അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എന്ത് പറയാനേ, ഇതേ നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ മകളുടെ സ്വർണ്ണമാല ഇവൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിയും അതുപോലെ രവിയും ഒന്നും ഞെട്ടുകയാണ് കേട്ടോ. അതിനുശേഷം രവി പറയുന്നുണ്ട്, എൻ്റെ മകൾ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുകയില്ല, അവൾ നല്ല കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവളുടെ കുടുംബഭാഗ്യമൊന്നും നിങ്ങൾ പറയുകയൊന്നും വേണ്ട, അവളുടെ അനിയൻ ബൈക്ക് മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എൻ്റെ മകൾ പറഞ്ഞ് എനിക്ക് അറിയാമെന്നൊക്കെ മധുസൂദനം പറയാട്ടെ. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ രേവതിക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. പെട്ടെന്ന് സച്ചി പറഞ്ഞു, സാറേ സത്യങ്ങളൊന്നും അറിയാതെ എന്നെ ഒന്നും വിളിച്ച് പറയരുത്, എന്തായാലും സാറിന് ക്ഷമിക്കും, ഞാൻ രേവതിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് ചോദിക്കാൻ തുടങ്ങുന്ന സമയത്ത് മധുസൂദനം വീണ്ടും പറയും, എന്ത് ചോദിക്കാൻ, ഇവള് മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടതാ, ഇനി എന്ത് സത്യം തെളിയിക്കാൻ നീ ശ്രമിക്കുന്നു, അവളുടെ കള്ളത്തരം മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ സച്ചി വേഗം സാറേ എന്ന് ചോദിച്ചിട്ട് ദേഷ്യത്തെ കൈ ചൂണ്ടാണ്. അതിനുശേഷം ഒന്ന് ക്ഷമിച്ചിട്ട് പറയുന്നുണ്ട്, സാറെന്തായാലും ക്ഷമിക്കുക, ഞാൻ രേവതിയുടെ കാര്യങ്ങൾ ചോദിച്ചറിയട്ടെ എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം സച്ചി എന്ത് പറ്റി രേവതി എന്ന് ചോദിക്കുന്ന സമയത്ത് താൻ വർഷയുടെ റൂമിലേക്ക് ബാമാൻ്റെ പറഞ്ഞിട്ട് ചെന്നതായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ബാമ പറയുന്നുണ്ട്, ഉവ്വ ഞാനാണ് രേവതിയെ പറഞ്ഞു കേട്ടത്, ചന്ദ്ര പറഞ്ഞിരുന്നു എല്ലാവരും കൂടെ കൂടിയിട്ട് അമ്പലത്തിലൊന്നൊക്കെ ഒന്ന് പോയി തൊഴണമെന്ന്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രേവതിയെ വർഷമോളുടെ റൂമിലേക്കായിട്ട് വിട്ടതെന്ന് ബാമ ഉത്തരം പറയാം കേട്ടോ. അതിനുശേഷം രേവതി അവിടെ ഉണ്ടായ സംഭവങ്ങൾ, അതായത് പൂമാലയിലായിട്ട് വർഷയുടെ സ്വർണ്ണമാല കുരുങ്ങിയിരുന്നു, അത് താൻ അയച്ചുകൊണ്ടിരുന്ന സമയത്താണ് വർഷയുടെ അച്ഛൻ അങ്ങോട്ട് കയറി വന്നത്, പിന്നീടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ രേവതി ഒരുപാട് കണ്ണീരോടുകൂടി തന്നെ പറയുകയാണ്. ഈ ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ സച്ചി പറയുന്നത്, സാർ ഇതാണ് സാർ സംഭവിച്ചത്, സാർ എന്തായാലും തെറ്റിദ്ധരിച്ചതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മധുസൂദനൻ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. മധുസൂദനൻ വീണ്ടും രേവതിയെ കുറ്റപ്പെടുത്തുന്ന കൂട്ടത്തിൽ തന്നെ സച്ചിയെയും കുറ്റപ്പെടുത്തുകയാണ്. നീ ഒരു റൗഡിയാണെന്ന് എനിക്കറിയാം, നിന്റെ റൗഡിത്തം മൂലം തന്നെ നിനക്ക് ഇങ്ങനെ ഒരു പെണ്ണിന് കിട്ടിയത്, അവൾ മോഷ്ടിക്കുന്ന കുടുംബത്തിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ രവിക്ക് ദേഷ്യം അടക്കാനാവില്ല. രവി വേഗം നേരം മധുസൂദനൻ നീ നിർത്തിക്കോളാൻ പറയുന്നുണ്ട്. പക്ഷേ മധുസൂദനൻ നിർത്തുന്നില്ല രേവതിയും അതുപോലെ തന്നെ അതിലുപരി സച്ചിയെയും കുറ്റപ്പെടുത്തുന്ന കേട്ടുകൊണ്ട് നമ്മുടെ രവിക്ക് സഹിക്കാനാവുന്നില്ല കേട്ടോ. വേഗം തന്നെ രവി മധുസൂദനൻ ഷോൾഡറിന് കുത്തിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാം, നീ എൻ്റെ മോളെപ്പറ്റിയോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ നാക്കരിഞ്ഞ് താഴെ ഇടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മധുസൂദനൊക്കെ ഷോൾഡർ കുത്തിപ്പിടിച്ച് തല്ലാനൊക്കെ ഒരുങ്ങാണ്. ഈ ഒരു സമയത്ത് ശ്രുതിയും ചന്ദ്രയും എല്ലാവരും കൂടി രവിയെ സമാധാനിപ്പിച്ച് മാറ്റി നിർത്തുക കേട്ടോ. പിന്നീട് നമ്മുടെ മധുസൂദനും മഹിമയും കൂടി മാറി നിന്നിട്ട് രേവതിനെ വീട്ടുകാരെയും സച്ചിയൊക്കെ കുറ്റപ്പെടുത്തുകയാണ്. ഇതൊന്നും കേട്ടുകൊണ്ട് തന്നെ രവി പറയുന്നത്, നിണ്ടായിരുന്നുള്ള എൻ്റെ വായിൽ നിന്ന് നീ കേൾക്കരുത് മധുസൂദനൻ, എൻ്റെ മോനെപ്പറ്റി നീ അനാവശ്യം പറയരുതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി അന്നേരം ക്ഷമയോടുകൂടി തന്നെ പറയുന്നത്, സാർ ഞാനൊരു റൗഡിയാണ്, അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ട്, പക്ഷേ എൻ്റെ ഭാര്യ അവൾ നല്ല മനസ്സിൻ്റെ ഉടമയാണ്, അവൾ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മധുസൂദന മഹിമയും വീട് രേവതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ മാറി ഇന്ന് സന്തോഷിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡിൽ മധുസൂദന മഹിമേനേക്കാളും ഒരുപാട് നമുക്ക് ദേഷ്യം തോന്നുന്ന ശ്രുതിയോട് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മധുസൂദനും മഹിമയും വിട്ടുകൊടുക്കാതെ തന്നെ സച്ചിയെ രേവതിയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഒരിക്കലും എൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുകയില്ല, നിങ്ങൾ എന്തായാലും വിശ്വസിക്കും, സത്യാവസ്ഥ അറിയാതെ ഒരിക്കലും കുറ്റപ്പെടുത്തി, എൻ്റെ ഭാര്യയെ എനിക്കറിയാം, അവൾ നല്ല മനസ്സിൻ്റെ ഉടമയാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെ ചേർത്തൊക്കെ
നിർത്തുന്നുണ്ട് സച്ചി. ഈ ഒരു സമയത്ത് അശോകനും പറയുന്നുണ്ട്, നിങ്ങൾ സത്യം അറിയാതെ തെറ്റിദ്ധരിക്കരുത്, നിങ്ങളായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുതെന്നൊക്കെ പറയുമ്പോൾ ഞാനാണ് പ്രശ്നം ഉണ്ടാക്കിയത് ഇവന്റെ ഭാര്യയാണ്, ഇവന്റെ ഭാര്യ മാല മോഷ്ടിച്ചുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായതെന്നൊക്കെ പറയുകയാണ്. അതിനിടയിൽ തന്നെ മധുസൂദനൻ പറയുന്നത്, ഞാൻ മാത്രമല്ല മാല മോഷ്ടിക്കുന്നത് നിങ്ങളുടെ ഭാര്യയും കണ്ടു എന്ന് നമ്മുടെ ചന്ദ്രയെ ചൂണ്ടിക്കാണിച്ച് പറയാട്ടോ. ഈ ഒരു സമയത്ത് ചന്ദ്ര ഒന്ന് പതറുന്നുണ്ട്. കാരണം മാല മോഷ്ടിച്ചായിരുന്നു താൻ പറഞ്ഞില്ല, അങ്ങനെ മോഷ്ടിച്ചു എന്ന് താൻ പറയുകയാണെങ്കിൽ തന്നെ വീട്ടിലേക്ക് തനിക്ക് കയറാനും പറ്റില്ല. രവി നല്ലത് തന്നെ ചന്ദ്രയ്ക്കിട്ട് കൊടുക്കുന്നു നമ്മുടെ ചന്ദ്രയ്ക്ക് അറിയാം. എന്നാലും മധുസൂദനെ ഫുള്ളായിട്ട് തള്ളിക്കളയാനും നമ്മുടെ ചന്ദ്രയ്ക്ക് ആവില്ല. കാരണം ഒരു പടച്ചാക്കാണ് തന്റെ ഫ്രണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ മോഷ്ടിക്കുന്നത് കണ്ടില്ല, പക്ഷെ ഞാൻ ചെന്ന സമയത്ത് ഇവളുടെ കയ്യിൽ മാല ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ ഭാമ പറയുന്നുണ്ട്, മാല കയ്യിൽ ഉണ്ടായിരുന്നെന്ന് കഴിഞ്ഞ് മോഷ്ടിച്ചു എന്നാവണമെന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷവും സച്ചി ക്ഷമയോടുകൂടി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്തും നമ്മുടെ രവിനെയാണ് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ശ്രുതിയും അശോകനും ചന്ദ്രയും എല്ലാവരും കൂടിയിട്ട്. കാരണം മധുസൂദന്റെ ഓരോ വാക്കുകൾ അതേ രീതിക്കാണ്. നമ്മുടെ രവിക്ക് അത് ദേഷ്യടക്കാനാവുന്നില്ല, മധുസൂദനെ തല്ലണമെന്നുണ്ട്, അതേ രീതിക്ക് തന്നെ ദേഷ്യപ്പെട്ട് ചെല്ലുന്നുണ്ട് രവി. കാരണം അതേപോലത്തെ വാക്കുകളാണ് നമ്മുടെ മധുസൂദന്റെ വായിൽ നിന്ന് വീഴുന്നത്. ഈ ഒരു സമയത്ത് രവി എന്നെ വിട്, എനിക്ക് അവർക്ക് 2 കൊടുക്കണം, അവനോട് 2 പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശോകനെയും അതുപോലെ തന്നെ ചന്ദ്രയോടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്കറിയാം രവീനെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും മധുസൂദന് നല്ലത് കൊടുക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഇവരെ പിടിച്ചു നിർത്തിയേക്കാണ്. ആ ഒരു സമയത്ത് നമ്മുടെ രേവതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോഴേക്കും സച്ചി വേഗം തന്നെ ദേഷ്യപ്പെട്ട് കൈ ചുരുട്ടുകയാണ് കേട്ടോ, ഇരിക്കാൻ പാകത്തിന്. ആ ഒരു സമയത്ത് രേവതി സച്ചിയുടെ കൈകളിലേക്ക് കയറി പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ സച്ചിയുടെ വന്ന ദേഷ്യം അതേ രീതിക്ക് തന്നെ നിൽക്കണം. കാരണം രേവതിക്ക് താനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു വാക്ക് ഒരിക്കലും തെറ്റിക്കരുതല്ലോ. എന്തൊക്കെ പറഞ്ഞാൽ എത്രത്തോളം ക്ഷമ പിടിച്ച് നിന്നാലും പട്ടിയുടെ വായിൽ കോലിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് കടിക്കുക തന്നെ ചെയ്യും. അതേ രീതിക്ക് തന്നെയാണ് മധുസൂദനും മഹിമയും ചെയ്യുന്നത്. മധുസൂദനൻ അത് വിട്ട് തന്നെ സംസാരിക്കുകയാണ്. രേവതി മോഷ്ടിച്ച പണം കൊണ്ടാണ് സച്ചി വെള്ളം അടിക്കുന്നത്, ഭർത്താവിന് റൗഡിയായ ഭാര്യയാണ് കിട്ടിയിരിക്കുന്നത്, ഇവളെ പണം കിട്ടാനായിട്ട് എന്ത് പണിക്ക് പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മധുസൂദനൻ പറയുമ്പോഴത്തേക്കും അത്രയും നേരം ക്ഷമിച്ചു നിന്ന സച്ചി വേഗം തന്നെ രേവതിയുടെ കൈ തട്ടി മാറ്റിയിട്ട് മധുസൂദനൻ 2 കൊടുക്കാണ്ടോ. പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയായതുകൊണ്ട് തന്നെ മധുസൂദനും മഹിമയും ഒന്ന് പതറുകയും ചെയ്യുന്നുണ്ട്. സച്ചിയുടെ അടിയുടെ ആഘാതത്തിൽ തെറിച്ചുവിടാൻ മധുസൂദനെ പൊക്കിയെടുത്ത് 2-3 തവണയായിട്ട് നമ്മുടെ സച്ചി അടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാഴ്ചയുടെ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നത്, എന്തടി ഇവിടെ നടക്കുന്നത്, നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ നടന്നുവല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷം നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും ടെൻഷനിലാണ്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് വർഷയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകാന്ത് വേഗം തന്നെ ഓടി വന്നിട്ട് സച്ചിയെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി ദേഷ്യക്കാരാവാതെ കസാര തന്റെ കൈകളിലെടുത്തിട്ട് മധുസൂദനെ തല്ലാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഏട്ടാ എന്ന് വിളിച്ചൊരു ശ്രീകാന്ത് ചെല്ലുകയാണ്. തന്റെ ദേഷ്യങ്ങളെല്ലാം മടക്കിക്കൊണ്ട് തന്നെ സച്ചി കസാര താഴ്ത്തു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് വർഷ സത്യാവസ്ഥകളൊന്നും അറിയാതെ തന്നെ സച്ചിയോടായിട്ട് ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്, നിങ്ങൾ എന്തിനാ എൻ്റെ അച്ഛൻ തല്ലിയെന്ന് ചോദിക്കുന്ന സമയത്ത് മോളെ വർഷം നീ ഒന്നും അറിയാതെ സംസാരിക്കുന്നത്, ഇതിനു മുന്നേ ഇവിടെ എന്ത് സംഭവിച്ചത് നീ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വർഷ ഒന്നും തന്നെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. വർഷ പറയുന്നത്, അങ്കിൾ എന്തും ആകട്ടെ, എൻ്റെ അച്ഛനാണിത്, എൻ്റെ അച്ഛനെ എല്ലാവരും മുന്നിൽ വെച്ച് തല്ലിയത് എനിക്ക് ഇഷ്ടമായില്ല, മാത്രമല്ല പ്രായത്തെയെങ്കിലും ബഹുമാനിക്കണ്ടേ എന്നൊക്കെ വർഷ ചോദിക്കുന്ന സമയത്ത് പ്രായത്തെ ബഹുമാനിക്കണമെങ്കിൽ അതേ രീതിയിൽ തന്നെ സംസാരിക്കണം, നിന്റെ അച്ഛൻ എന്താ പറഞ്ഞു നീ കേട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സച്ചിയും പറയാണ്. പെട്ടെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചേട്ടൻ എന്തേ കാണിച്ചത്, എന്തിനാ വർഷയുടെ ഡാഡിയെ തല്ലിയത്, ഇവിടെ എന്താ ഉണ്ടായെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, ഇവിടെ ഉണ്ടായതാണ് ശ്രീകാന്ത് പ്രശ്നം, നീ കണ്ടില്ലേ എൻ്റെ അച്ഛനെ നിന്റെ ഏട്ടൻ തല്ലിയത് കണ്ടില്ലേ, നിനക്ക് അതിനൊന്നും ചോദിക്കാനില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നിന്റെ അച്ഛൻ ഇവിടെ എന്താ ചെയ്ത് കൂട്ടി നിനക്കറിയാമോ, നിന്റെ അച്ഛൻ എൻ്റെ രേവതിനെ പറ്റി എന്തൊക്കെ പറഞ്ഞതെന്ന് അറിയാമോ എന്നൊക്കെ സച്ചി ചോദിക്കുന്ന സമയത്ത് ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, നിങ്ങൾ എന്തിനാ എൻ്റെ അച്ഛനെ തല്ലിയെന്ന് പറഞ്ഞിട്ട് വർഷ ദേഷ്യപ്പെട്ട് തന്നെ ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ശ്രീകാന്തും ചെറുതായിട്ടാണ് ഇങ്ങനെ സച്ചി എതിർത്ത് സംസാരിക്കുന്നത്. സച്ചിയായിട്ട് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ നിന്റെ അമ്മായച്ചൻ്റെ ചുവടിൽ തന്നെ കടന്നു, നീ ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വാ രേവതി എന്നും പറഞ്ഞുകൊണ്ട് രേവതിനെ കൂട്ടിക്കൊണ്ട് സച്ചി അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഈ ഒരു സമയത്ത് തൻ്റെ അച്ഛനെ തല്ലിയതിനോടുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ് വർഷ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.